കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന രേഖ ഒരു ഗ്ലാസ് ചായയൊക്കെയാണ് നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഗോവിന്ദന്റെ ഒരു ചായ കൊടുത്തിട്ട് പറഞ്ഞു, അല്ല ഗോവിന്ദേട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയാം. എന്താ കാര്യമുള്ള സംസാരിച്ച രേഖ എന്ന് പറയണ. ഈ സമയത്ത് ഗീതു പുറകെ പമ്മി നിൽക്കുന്നുണ്ട് വന്ന്. ഗീതുവിന് അറിയണം രേഖയിച്ച് പറഞ്ഞു കഴിയുമ്പോ എന്തായിരിക്കും കണ്ണേന്റെ മറുപടി എന്ന്. അല്ല, ഞാനത് ഒരു കഥ പോലെ പറയാം. എങ്ങനെയാളും പറഞ്ഞാൽ മതി. പറ, എന്ത് കാര്യമാന്ന് പറ. അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിവാഹം കഴിച്ച രണ്ടുപേര്. അവർ ഇതുവരെ ആയിട്ട് ഒരു ഒന്നായിട്ടില്ല. പക്ഷെ അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്നാ തോന്നുന്നേ. പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, അല്ല എന്നെക്കുറിച്ചാണ് രേഖ ഈ സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഗീതുവിന് മനസ്സിലായി ഗോവിന്ദേട്ടൻ കണ്ടുപിടിച്ചിരിക്കുന്നു. രേഖ ഒന്നും മിണ്ടിയില്ല. രേഖ ഇങ്ങനെ മിണ്ടാ നിൽക്കുക. അല്ല ഇപ്പൊ എന്ത് പറ്റി എന്നിട്ട്? എന്താ കാര്യം എന്താ? അല്ല, നായികയ്ക്ക് നായകനോട് ഭയങ്കര പ്രണയം. ആഹാ, അത് കൊള്ളാലോ. അതുകൊണ്ട് നായകൻ എന്തു പറഞ്ഞു? നായകന്റെ മനസ്സറിയില്ല, നായകന്റെ മനസ്സറിയണം എന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് ഒന്നും മിണ്ടിയില്ല. ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ഗീത ഓർത്ത്, എന്റെ ഭഗവാൻ എന്തായിരിക്കും ഇനിയിപ്പം കണ്ണേട്ടൻ പറയാൻ പോകുന്നത്? നെഗറ്റീവ് എങ്ങാനും ആണോ? തന്നെ ഇഷ്ടമില്ലെന്നാണോ പറയാൻ പോണേ? ആ ഒരു ചിന്തയാ. ഇനിയിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അത് കുഴപ്പമില്ല, നായികയോട് നായകന്റെ അടുത്ത് തന്നെ തന്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ. ഇതപ്പം രേഖ പറഞ്ഞു, അതെങ്ങനെ പറയാൻ പറ്റുമോ? അതെന്താ പറഞ്ഞാല്? അല്ല, നായികയ്ക്ക് ഒരു ചമ്മല് പോയി പറയാനായിട്ട്. ഓഹോ, അങ്ങനെയല്ലേ. അല്ല, ഈ സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ചമ്മലുള്ളൂ, പുരുഷന്മാർക്ക് ചമ്മലില്ലേന്ന് ചോദിക്കാം. അതല്ലല്ലോ. ഓ, ഇനിയിപ്പൊ നടപ്പ് ഇനിയിപ്പോ പുരുഷന്മാർ ചെന്ന് പറയുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ നായിക കാത്തിരിക്കുന്നല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് പറഞ്ഞു, അത് തന്നെയാ, നായകൻ ചെന്ന് നായികയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയണം. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഗോവിന്ദേട്ടാ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഉത്തരം? നായകന്റെ ഉത്തരം എന്താ? പോസിറ്റീവ് ആണോന്ന് ചോദിക്കാം. ഇത് കേട്ടോണ്ട് ഗീതു മനസ്സിലായി, തക്ക ചോദ്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ തന്നെ വേണം ചോദിക്കാനായിട്ട്. കൊള്ളാം. പക്ഷെ ഗോവിന്ദ് മറുപടി ഒന്നും പറയാൻ നിൽക്കുന്നുണ്ടപ്പോ ഗീതുവിന് ടെൻഷൻ. ഇതെന്ത് പറ്റി ഗോവിന്ദയുടെ മറുപടി ഒന്നും പറയാത്തെ? പറ, മനസ്സിലുള്ള എന്താണെന്ന് തുറന്നു പറ, എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ മനുഷ്യനെ നെഞ്ചി പടപടാ ഇടിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, വരട്ടെ, നായിക വരട്ടെ അടുത്തേക്ക്. നായിക വന്ന് വരട്ടെ, നായകൻ മനസ്സ് തുറക്കാം. ഇനിയിപ്പോൾ അതധികം നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യമില്ല. നായകന്റെ മനസ്സിലുള്ള കാര്യം നായികയോട് പറഞ്ഞേക്കാം. അല്ലെങ്കിലും നായകനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പാകത്തിന് കാരണങ്ങളൊന്നും ഇല്ലല്ലോ, അവള് നല്ല കുട്ടിയല്ലേ എന്ന് പറയാം. ഇത് മതിയായിരുന്നു. ഗീതുവിന് സന്തോഷമായി. രേഖ പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞ് രേഖ ഓടുവാണ്. നേരെ ഗീതുവിന്റെ കൈ പിടിച്ചോണ്ട് ഗീതു അങ്ങനെ ചെന്ന് രേഖനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ കിടന്ന് വട്ടം കറങ്ങുവാണ്. ഈ കാഴ്ച അങ്ങോട്ട് വന്ന് രാധികാമ്മ കണ്ടു. രണ്ടെണ്ണത്തിനും വട്ടായോ? ഇനിയിപ്പോ ഇവളും വല്ല അമ്മയാകാൻ പോവാണോ? വരുൺ തന്നെ ചതിച്ചോ? ആ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് രാധികാമ്മയുടെ ഉള്ളില്. പിന്നീട് ഗീത താഴേക്ക് ഒരു സ്റ്റെയർ ഇറങ്ങി ഓടുക. അപ്പൊ രേഖ ഓടല്ലേ ഗീതു എന്നും പറഞ്ഞ് പുറകെ പോവാണ്. ഈ സമയം കാഞ്ചന അങ്ങോട്ട് വരുന്നേ. ഇതെന്ത് പറ്റി ഗീതുപ്പാപ്പ ഇങ്ങനെ ഓടി ഇറങ്ങി വരുന്നേ? ഗീതുപ്പാപ്പ പതുക്കെ വാ, ഇങ്ങനെ ഓടിയിട്ടുണ്ട് എല്ലാം കലങ്ങി പോകുന്നു പറയാം. പക്ഷെ ഇതൊന്നും ഗീത കേൾക്കാനുണ്ടായിരുന്നില്ല. വന്ന് കാഞ്ചനയുടെ കയ്യെ പിടിച്ചിട്ട് തട്ടും കൊടുത്തിട്ട് അങ്ങോട്ട് ഓടുക. കാഞ്ചന നോക്കും പുറകെ രേഖയും വരുന്നുണ്ട്. ഇതെന്താ ഓട്ടം മനസ്സിലോ ഇവർ രണ്ടുപേരും കൂടെ? ഇത് കൊള്ളാലോ. പെട്ടെന്ന് കാഞ്ചന വന്ന് ഇടിച്ചിട്ടിട്ട് രേഖ ഇങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. എന്റെ ദൈവമേന്ന് പറഞ്ഞ് കാഞ്ചന നിലത്ത് വീണു. പെട്ടെന്ന് രേഖ വന്നിട്ട്, നീ എന്ത് നോക്കിക്കുവായിരുന്നു കാഞ്ചന? നിലത്ത് നോക്കി നിൽക്കണ്ടേ, നടക്കണ്ടേന്ന് ചോദിക്കുക. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ടാൻ പോരാ, എന്നിട്ട് ഇപ്പൊ എന്നെ ചീത്ത പറയണം? ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രേഖ അങ്ങോട്ട് പോവാണ്. ഞാൻ വീണ് കിടക്കുന്ന കണ്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ സ്റ്റെയറിന്റെ മുകളിൽ രാധികാമ്മ നിൽക്കുന്നുണ്ട്. രാധികാമ്മ, ഇത് എന്ത് പറ്റി? രണ്ട് മരുമക്കളും ഇങ്ങനെ ഓടുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ്. ഇതന്നെ അവർക്കെന്നെ അവന്റെ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കണം. അവർക്ക് രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചു. അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്, ഭ്രാന്തിനുള്ള മരുന്ന്, ഞാനത് കൊടുത്തോളാന്ന് പറയാണ്. കാഞ്ചനയ്ക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ല. ഈ സമയത്ത് ഗീതുവിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് രേഖിച്ചു. നീ എന്തിനാ ഓടിയെന്ന് ചോദിച്ചു. ഗീതുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ സമാധാനമായല്ലോ, സന്തോഷമായില്ലേ? കണ്ടു, ഗോവിന്ദണ്ട് ഇന്ന് വന്ന് മനസ്സ് തുറക്കുന്നു പറയാം. അങ്ങനെ വന്ന് മനസ്സ് തുറക്കട്ടെ. ഞാൻ ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇടുന്നുണ്ട്. എന്തിന്? ഒരു വിധത്തില ഞാനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. എത്ര റിസ്ക് എടുത്താന്നറിയാവോ ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചേ. ഇനി വന്നു കഴിയുമ്പോ അതൊന്നും പറഞ്ഞ് രണ്ടുപേരും ഉടക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ വായിരിക്കുന്ന വല്ലതും കേൾക്കൂന്ന് പറയണം. അതെ, എന്റെ രേഖേച്ചി അങ്ങനെ പെട്ടെന്ന് നമ്മൾ പിടികൊടുത്തുകൂടാ. ഒന്നുമില്ലേലും ഇത്ര കാണാ സുന്ദരി സുമുഖയുമായി എന്നെപ്പോൾ ഒരു പെണ്ണിന്റെ അടുത്തേ. പിന്നെ സുന്ദരി, എന്താ രേഖേച്ചിയ സുന്ദരി അല്ലേ? കൊള്ള, ഒരു ആവറേജ് അത്രയൊക്കെ മതി. അത്രയൊക്കെ അങ്ങോട്ട് പൊങ്ങിയാ മതി, അധികം അങ്ങോട്ട് നീളിക്കണ്ടെന്ന്. ഓ, അപ്പൊ അങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. ഗീതു മുഖം വീർപ്പിച്ചു. പെട്ടെന്ന് രേഖ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഗീതു സുന്ദരിയല്ലേ, എന്റെ തത്തമ്മ ചുണ്ടിയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് ഗീതുവിനെ. ഗീതുവിന് ഭയങ്കര സന്തോഷമായി. ഗീതുവിനോട് പ്രത്യേക ഒരു കാര്യം പറഞ്ഞു. പിന്നെ അറിയാലോ, ഇന്നെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ പരസ്പരം തുറന്ന് സംസാരിക്കണം.
അയ്യപ്പേട്ടൻ ഒരു മാവ് മുഴുവൻ മേടിച്ച് നിർത്തിയേക്കുന്നേ, അതേലെ പച്ചമാങ്ങ മൊത്തം തീർക്കണ്ടേ, ഒന്ന് ഉത്സാഹിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ആ പച്ചമാങ്ങ മുഴുവൻ വെറുതെ വേസ്റ്റായി പോകട്ടോന്ന് പറയാം. ഒന്ന് പോടി കള്ളിപ്പെണ്ണേന്ന് പറഞ്ഞിട്ട് രേഖയുടെ കവിളത്തൊക്കെ നുള്ളുവാണ്. ഗീതു അങ്ങനെ സന്തോഷത്തോടു മുറിയിലേക്ക് കയറി ചെല്ലുക. എങ്ങനെയായിരിക്കും ഗോവിന്ദന്റെ പ്രതികരണം? ഇത് തന്നോട് പ്രണയം തുറന്നു പറയും. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഗോവിന്ദൻ ബാത്റൂമിൽ കുളിക്കാൻ കയറിയേക്കുമായിരുന്നു. ഓഹോ, അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തന്നോട് പ്രണയം തുറന്നു പറയാനിരിക്കുന്നത്. അപ്പൊ എങ്ങനെ പ്രതികരിക്കണം? ഇങ്ങനെ ഓർത്തന്നെ ഗീതു ഇരിക്കുക. അപ്പൊ ഇടാനുള്ളൊരു ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ കട്ടിൽ ബെഡേ തിരിഞ്ഞിരിക്കുക. ഈ സമയം ഗോവിന്ദ് പുറത്തിറങ്ങി ഗീതുവിനെ ശ്രദ്ധിച്ചു. പിന്നീട് ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ ചീവുകയാണ്. പക്ഷെ ഗീതുവിനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഗീതു കുറെ സമയം നോക്കിയിട്ട് ഗോവിന്ദൻ തന്നെ വിളിക്കണമല്ലോ, ഇത് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഗീതു അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു ചെന്നു. ഗീതുവിനെ കണ്ടപ്പോഴത്തേനും ഗോവിന്ദ് ചോദിച്ചു, ഓഹോ, നീ എന്നെ രാവിലെ എഴുന്നേപ്പറ്റപ്പോ തൊട്ട് മൈൻഡ് ചെയ്തില്ല, അപ്പൊ ഇന്നലത്തെ ആ ഫീലിങ്സ് ഇതുവരെ നിനക്ക് മാറിയിട്ടില്ലേന്ന് ചോദിക്കുക. എന്ത് ഫീലിങ്സ്? അല്ല, മാങ്ങയുടെ കാര്യത്തിലെ അയ്യപ്പേട്ടൻ തെറ്റിദ്ധരിച്ചില്ല. ഓ, അതാണോ കാര്യം? ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ല ഗീതു എന്ന് പറയണ. കള്ളം പറയരുത്. ഇന്നലെ എന്ത് കൂർക്കമലയായിരുന്നു, ഞാൻ കേട്ടായിരുന്നല്ലോ എന്ന് പറയാം. ദേ, ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ കൂർക്കം വലിക്കാത്തവനാ, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, അതൊക്കെ പോട്ടെ, എനിക്ക് തെറ്റിദ്ധാരണകളൊക്കെ മാറിയെന്ന് പറയണം. ഉറപ്പാണോ? ഞാനോർത്ത് ഇനിയിപ്പോ അതിന്റെ പേരിലാണോ എന്നും രാവിലെ ഒരു ഗ്ലാസ് ചായ കിട്ടുന്ന. ഇന്നാണെങ്കിൽ രേഖയെ ചായയും കൊണ്ടു തന്നെ. എനിക്ക് അതിന്റെ വലിയ വിഷമം ഉണ്ടായിരുന്നു. അതാണോ വിഷമം? രേഖച്ച് ചായ കൊണ്ടു തന്നതില് കുഴപ്പമില്ല കേട്ടോ. ആ പ്രശ്നം ഞാൻ ഇന്നത്തോട് പരിഹരിച്ചേക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ കൈ കൊണ്ട് ഞാൻ കണ്ണേടിന് വിളമ്പി തന്നോളാം. സമാധാനം ആയില്ലെന്ന് ചോദിക്കും. കുഴപ്പമില്ല. അതെ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ടതും ഗീതു ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ തന്നോട് ഇഷ്ടം തുറന്നു പറയും. തന്റെ മനസ്സ് തുറക്കണോ? ഇപ്പം തുറക്കാതിരിക്കാൻ പറ്റില്ല. ഗോവിന്ദയുടെ മനസ്സ് തുറന്ന പിന്നെ തനിക്ക് മനസ്സ് തുറക്കാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഗോവിന്ദൻ, നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഗോവിന്ദയുടെ മനസ്സ് തുറന്നോന്ന് പറയണം. അല്ല, അതിനു മുമ്പേ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, പോയിട്ട് ഞാൻ വരാം എന്ന് പറയണം. അതെന്താ അങ്ങനെ? ഗോവിന്ദൻ ഇപ്പം മനസ്സ് തുറക്കാൻ പറയാണ്. ഇങ്ങനെ പറഞ്ഞ് ഇപ്പം മനസ്സ് തുറക്കും ഓർത്ത് ഗീതു നിന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദനെ കാണുന്നില്ല. തിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഈ ഗോവിന്ദൻ ഇത് എങ്ങോട്ട് പോയി? തന്നോട് മനസ്സ് തുറക്കാന്ന് പറഞ്ഞിട്ട് ഇതിലേ പോയി. അങ്ങനെ ഗീതു താഴേക്ക് ചെല്ലു കഴിയുമ്പോഴത്തേനും രാധികാമ്മയുടെ അടുത്തേക്ക് ഗോവിന്ദ് ചെന്നു. രാധികാമ്മ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു, അമ്മ ഞാനൊരു സ്ഥലം വരെ പോവാന്ന് പറയണം. അല്ല, നീ എങ്ങോട്ടാ കണ്ണ പോകുന്നേ? അതൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് വരാം, ഉച്ചയാകുമ്പത്തേനും ഞാൻ വരും, വന്നു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറയണം. അതെന്താ കണ്ണ, എന്ത് കാര്യം? നീ എങ്ങോട്ടാ പോണേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാണ്. ഈ സമയത്ത് കാഞ്ചനയും ഗീതു അങ്ങോട്ട് വന്നു, കൂടെ രേഖയും വന്നു. അപ്പൊ രേഖ ഓർത്ത്, എന്താ ഉച്ചയ്ക്ക് ഇനി എല്ലാവരോടും കൂടെ പറയാനായിട്ട്? ഇനിയിപ്പം താൻ പറഞ്ഞ വല്ല കാര്യമാണ്. പെട്ടെന്ന് പറഞ്ഞു, രേഖേനെയും കൂടെ സമ്മതിക്കുന്ന, രേഖ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം വന്നൊരു കാര്യമാണെന്ന് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഗീതുവിനോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ട് പോവാ. ഉച്ചയ്ക്ക് എല്ലാവരും ഇവിടെ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ഗീതുവിന്റെ മനസ്സിൽ ഉച്ചയാകുമ്പത്തേനും ഗോവിന്ദേട്ടൻ വരും, തന്നോടുള്ള പ്രണയം തുറന്നു പറയും. അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച്, രാധികാമ്മയുടെ ഒക്കെ മുന്നിൽ വെച്ചായിരിക്കും പറയാൻ പോണേ. അങ്ങനെ ചില ടെൻഷനുകളൊക്കെ ഗീതുവിലും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തന്നോട് സ്വകാര്യമായിട്ട് പറയേണ്ട കാര്യങ്ങളല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം രേഖയും ഗീതും പരസ്പരം നോക്കി. അപ്പൊ രേഖയോട് ചോദിച്ചു, നിന്നെ സമ്മതിക്കുന്ന എന്ത് കാര്യം അവന് പറയാനുണ്ടെന്ന് പറഞ്ഞേ? നീ എന്തോ കാര്യം നീ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്ത് കാര്യം അവനോട് ആവശ്യപ്പെട്ടെന്ന് ചോദിക്കുകയാണ്. രേഖയോട് പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേ ഗീതു പറഞ്ഞു, അതൊന്നും ഇല്ലമ്മേ, അത് വെറുതെ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ. ഈ സമയം കാഞ്ചന പറഞ്ഞു, ഒരു മിക്കവാറും എന്താണെന്നറിയാവോ? കണ്ടോ, ഇന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ ഇവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തിയത്? അതിന് സമ്മതിക്കുന്ന എന്തോ ഒരു കാര്യമാണെന്ന് തോന്നുന്നേ ഗോവിന്ദമാമന് പറയാനുള്ളത്. ഒരു പക്ഷെ ഇനിയിപ്പോൾ വേറെന്തേലും ആണോ? ഗീതുപ്പാപ്പനെ സമ്മതിക്കുന്ന എന്തേലും കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഗീതുപ്പാപ്പ വല്ല ഗർഭിണി എന്തേലും ആണോ, അതാണോ എന്ന് ചോദിക്കുക. ഈ സമയം രാധിക മനസ്സിലെടുത്തു, ഒരു പക്ഷെ അതായിരിക്കും. ഗീതു പ്രഗ്നന്റ് എന്നുള്ള കാര്യം എല്ലാവരും തുറന്നു പറയാനാണോ? അതും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതായിരിക്കും. ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് പറയാനാണോ? ദൈവമേ, അങ്ങനെ എങ്ങാനുമാണ് എന്ത് ചെയ്യും ഓർത്തിട്ടൊരു സമാധാനം കിട്ടിയില്ല. പിന്നീട് രാധികാമ്മ നേരെ വരുണിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വരുണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തെടുക്കുവാന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തെടുക്കാനമ്മ, ഈ മുറിയിൽ തന്നെ ഇരിക്കുക. നീ ആ ഹോട്ടൽ മുറി കയറി അടയിരുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട. എന്താമ്മേ? എടാ, ഗോവിന്ദൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, ഉച്ചയാകുമ്പോൾ തിരിച്ചു വരുമെന്നാ പറഞ്ഞ്. ഈ കുടുംബത്തിൽ എല്ലാവരും കാണണമെന്ന് പറഞ്ഞു. എല്ലാവരുടെയും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അല്ല, എന്ത് കാര്യം പറയുന്ന കാര്യം? അതൊന്നും എനിക്കറിയത്തില്ല, എല്ലാവരും ഇവിടെ വേണമെന്നാ പറഞ്ഞ്. അങ്ങനെയാണ് ഞാനും വേണമല്ലോ, ഞാൻ അങ്ങോട്ട് വരണ്ടേന്ന് ചോദിക്കുക. പിന്നെ നീ വരാതെ നീയും വരണമെന്ന് പറയാം. ഞാൻ വരുന്നില്ല. ഇനിയിപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാ, ഇനിയിപ്പോൾ എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എൻ്റെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും കെട്ടിവെച്ചിട്ട് അമ്മയൊക്കെ നൈസിൽ അങ്ങോട്ട് ഒഴിവാകും, അതിന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കുക. ഈ സമയം സുവർണ്ണ ഉള്ള ചായയൊക്കെ വരുന്നു കൊണ്ടേ കൊടുക്കുക. ചായയൊക്കെ കുടിച്ചോണ്ട് ഗോവിന്ദ് സംസാരിക്കുന്നേ.
വരണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വന്നേ തീരൂ. എന്ത് കാര്യമാണെന്ന് അറിയത്തില്ല, ഒരു പക്ഷെ അത് നമുക്കിട്ടുള്ള പണിയാണെന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുന്നത്. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. പിന്നെ രാധികാമ്മ ഫോൺ വെക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.